ഖമേനിയുടെ അന്ത്യകർമ്മങ്ങൾ പ്രതികാരത്തിന് ശേഷം മാത്രം. ആയത്തുള്ള ഖമേനിയെ മഷ്ഹാദിൽ സംസ്കരിക്കും. പശ്ചിമേഷ്യയെ നടുക്കിയ ആക്രമണങ്ങൾക്കിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യകർമ്മങ്ങളെ ചുറ്റിപ്പറ്റി വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉയരുകയാണ്. ജന്മനാടായ മഷ്ഹാദിൽ സംസ്കരിക്കുമെന്ന റിപ്പോർട്ടുകൾക്കൊപ്പം പ്രതികാരം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ചടങ്ങുകൾ നടക്കൂ എന്ന നിലപാടാണ് പുതിയ നേതൃത്വമായ മുജ്തബ സ്ഥിരീകരിച്ചെന്ന സൂചനകളും പുറത്തുവരുന്നത്. ദുഃഖവും പ്രതികാരവും ഒന്നിച്ചു കലർന്ന ഈ സാഹചര്യം പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയെ കൂടുതൽ ഉണർത്തുമോ എന്ന ആശങ്ക ലോകം ഉറ്റുനോക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഏകോപിത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷ്ഹാദിൽ നടക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. എന്നാൽ ഇത് വെറുമൊരു വിലാപയാത്രയല്ല. തന്റെ പിതാവിന്റെ ഘാതകർക്ക് മാരകമായ പ്രഹരം നൽകിയതിനു ശേഷം മാത്രമേ സംസ്കാരം നടത്തുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലാണ് പുതിയ നേതാവ് മുജ്തബ ഖമേനി. അച്ഛന്റെ വിയോഗം ഇറാന്റെ പോരാട്ട വീര്യത്തിന് ഇന്ധനമാക്കി മാറ്റാനാണ് മുജ്തബ ശ്രമിക്കുന്നത്. ഖമേനിയുടെ കുടുംബത്തിന്റെ വേരുകൾ കിടക്കുന്ന ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യനഗരമായ മഷ്ഹാദിലേക്ക് ആ ധീര വിപ്ലവകാരി അവസാനമായി മടങ്ങുമ്പോൾ പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ കൊടുങ്കാറ്റ് വീശുകയാണ്. ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ സിരാ കേന്ദ്രമായ മഷ്ഹാദിലാണ് ഖമേനിയെ അടക്കം ചെയ്യുക എന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ഇതോടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 1939 ഖമേനി ജനിച്ചതും വളർന്നതും ഇതേ മഷ്ഹാദിലാണ്. അദ്ദേഹത്തിന്റെ പിതാവിനെ അടക്കം ചെയ്തിരിക്കുന്നതും ഇതേ മണ്ണിൽ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള ഷിയ വിശ്വാസികൾ പവിത്രമായി കാണുന്ന ഇമാം റസ ദേവാലയം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് മഷ്ഹാദ്. ഇറാന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും മഷ്ഹാദിനുള്ള സ്ഥാനം സമാനതകളില്ലാത്തതാണ്. വിശുദ്ധ നഗരത്തിൽ തന്റെ പിതാവിന് വിട നൽകുന്നതിലൂടെ ഒരു വലിയ വിപ്ലവത്തിന്റെ തുടർച്ചയാണ് താൻ ഇന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാനായിരിക്കും മുജ്തബ ഖമേനി ലക്ഷ്യമിടുന്നത്. എന്നാൽ സംസ്കാര സമയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നത് വലിയൊരു തന്ത്രപരമായ നീക്കമായിട്ടാണ് സൈനിക നിരീക്ഷകർ കാണുന്നത്. എന്തുകൊണ്ടാണ് ഖമേനിയുടെ മൃതദേഹം ഇതുവരെ അടക്കം ചെയ്യാത്തത്? ഇതിനു പിന്നിൽ മുജ്തബ ഖമേനിയുടെ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കാം. തന്റെ പിതാവിനെ കൊന്നവർക്ക് ഉചിതമായ ശിക്ഷ നൽകിയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തെ മഷ്ഹാദിലെ മണ്ണിലേക്ക് അയക്കുകയുള്ളൂ എന്ന് മുജ്തബ ഒരുപക്ഷെ ശപഥം ചെയ്തിരിക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും ദുബായിലെയും അമേരിക്ക താവളങ്ങൾക്ക് നേരെ ഇപ്പോൾ നടക്കുന്ന മിന്നൽ ആക്രമണങ്ങൾ ഈ പ്രതികാരത്തിന്റെ ഭാഗമാണ്. അലി ഖമേനിയേക്കാൾ കണിശമായി ശത്രുക്കളോട് പെരുമാറുന്ന ശൈലിയാണ് മുജ്തബയുടേത്. അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം തന്നെ അമേരിക്കൻ താവളങ്ങൾ ശ്മശാനങ്ങളാക്കി മാറ്റാൻ അദ്ദേഹം ഉത്തരവിട്ട് കഴിഞ്ഞു. അച്ഛന്റെ മൃതദേഹം മുന്നിൽ വെച്ച് പേർഷ്യൻ പോരാളികളുടെ സിരകളിൽ പകയുടെ തീ നിറയ്ക്കാനായിരിക്കും പുതിയ നേതാവ് ശ്രമിക്കുന്നത്. മഷ്ഹാദ് എന്ന നഗരം വെറുമൊരു സ്ഥലമല്ല, അതൊരു വികാരമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും പുണ്യനഗരവുമായ മഷ്ഹാദ് സഫാവിദ് കാലഘട്ടം മുതൽ ഇറാന്റെ ആത്മീയ ആസ്ഥാനമാണ്. അലി ഖമേനിയുടെ അന്ത്യകർമ്മങ്ങൾ ഇവിടെ നടക്കുന്നത് ലക്ഷക്കണക്കിന് പോരാളികളെ ടെഹ്റാനിലേക്ക് എത്തിക്കാനുള്ള വഴിയായും ഇറാൻ കാണുന്നു. ഖമേനിയുടെ വധത്തിലൂടെ ഇറാൻ ദുർബലമായി എന്ന് കരുതിയ പാശ്ചാത്യ രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മഷ്ഹാദിലെ സംസ്കാര ചടങ്ങുകൾ ഒരു കൂറ്റൻ സൈനിക പ്രകടനമായി മാറ്റാനാണ് IRGC ലക്ഷ്യമിടുന്നത്. മുജ്തബയുടെ കീഴിൽ ഇറാൻ കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടുകൾ പിഴയ്ക്കുകയാണ്. B-2 ബോംബറുകളും F-35 വിമാനങ്ങളും ഉപയോഗിച്ച് 1250ഓളം കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ഡ്രോണുകൾ കുവൈറ്റിലെ US സൈനികരുടെ ജീവനൊടുക്കുന്നത് നാം കണ്ടു. ക്യാപ്റ്റൻ കോഡി എ ഖോർഗ് ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടത് അമേരിക്കയ്ക്ക് വലിയ ആഘാതമാണ്. ഈ സാഹചര്യത്തിൽ ഖമേനിയുടെ സംസ്കാരം നടക്കുന്നത് യുദ്ധകളത്തിലെ താൽക്കാലിക വെടിനിർത്തലിലേക്കോ അതോ കൂടുതൽ ശക്തമായ പ്രത്യാക്രമണത്തിലേക്കോ നയിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്നു. സംസ്കാരത്തിന് മുൻപ് ഇസ്രയേലിന് നേരെ ഒരു വലിയ മിസൈൽ വർഷം ഇറാൻ ആസൂത്രണം ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മുജ്തബ ഖമേനി എന്ന നേതാവ് തന്റെ പിതാവിനേക്കാൾ അപകടകാരിയാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും നിരീക്ഷിക്കുന്നുണ്ട്. സൈന്യവുമായി, പ്രത്യേകിച്ച് IRGCയുമായി അദ്ദേഹത്തിനുള്ള അടുത്ത ബന്ധം ഇറാന്റെ യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അച്ഛൻ പലപ്പോഴും നയതന്ത്രത്തിന് സ്ഥാനം നൽകിയിരുന്നെങ്കിൽ മുജ്തബ സൈനിക നീക്കങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. അമേരിക്കൻ അധിനിവേശത്തെ പശ്ചിമേഷ്യയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഗൾഫ് രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ താവളത്തിന് നേരെ ഉണ്ടായ 2ാമത്തെ ആക്രമണം മുജ്തബയുടെ ഈ കർക്കശമായ നിലപാടിന്റെ തെളിവാണ്. ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. ഒമാനിലും ബഹ്റൈനിലും ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഇപ്പോൾ യുദ്ധത്തിന്റെ നിഴലിലാണ്. ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന മഷ്ഹാദിൽ പോലും ലക്ഷക്കണക്കിന് വിശ്വാസികൾ തടിച്ചുകൂടുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറാന്റെ ചാരസെല്ലുകൾ ഗൾഫിൽ സജീവമാണെന്ന വാർത്തകൾ പ്രവാസികൾക്കിടയിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു. ആയത്തുള്ള അലി ഖമേനി മഷ്ഹാദിലെ വിശുദ്ധ മണ്ണിലേക്ക് മടങ്ങുന്നത് ഒരു യുഗത്തിന്റെ അന്ത്യത്തോടൊപ്പമാണ്. എന്നാൽ ആ അന്ത്യം പശ്ചിമേഷ്യയിൽ കൂടുതൽ തീ പടർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. തന്റെ പിതാവിന്റെ ചിതയടങ്ങുന്നതിന് മുൻപേ പ്രതികാരം പൂർത്തിയാക്കണമെന്ന മുജ്തബ ഖമേനിയുടെ വാശി ലോകത്തെ നയിക്കുക ഒരു വലിയ യുദ്ധത്തിലേക്കാണ്.
മഷ്ഹാദിലെ ഇമാം റസ ദേവാലയത്തിന്റെ നിഴലിൽ ഖമേനി വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ പുറത്ത് അമേരിക്കൻ താവളങ്ങളെ ചാരമാക്കാനുള്ള തിരക്കിലായിരിക്കും.